ഇവിടുത്തെ മാൻഹോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയ ഏറ്റവും കൂടുതൽ മാലിന്യം എന്ന് പറയുന്നത് ട്രെയിനിനകത്ത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യുന്ന റെയിൽവേയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള വെള്ളമടക്കം, അതായത് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലടക്കമാണ്. അപ്പോൾ നഗരസഭ ഇനിയിപ്പോൾ ഈ സമയത്ത് അത് നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ ഇതിന് ശേഷം നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് റെയിൽവേ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടില്ല. നഗരസഭയുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയാൻ കാരണം ആമഴഞ്ചാൻ തോട് വരുന്നത് മേജർ ഇറിഗേഷന്റെ കീഴിലാണ്. നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ ഈ മാലിന്യമടക്കം മാറ്റുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ട്. ശ്രീ ജിജി തോംസൺ, അങ്ങ് മേയറുടെ പ്രതികരണം കേട്ടതാണല്ലോ. മേയർ പറയുന്നത് ഇതിൽ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ കാണുന്നു, അതുകൊണ്ട് ഇതെല്ലാം റെയിൽവേ മലിനപ്പെടുത്തുന്നതാണ് ഈ തോട് എന്ന് പറയുന്നു. ഇത് വളരെ വിരോധാഭാസമായി തോന്നുന്നു. റെയിൽവേയോട് ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാലിന്യമൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് ഇന്ത്യൻ റെയിൽവേയോട് വളരെ ധിക്കാരപൂർവ്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ചോദിക്കാൻ പോവുകയാണ്. ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൂടെ എല്ലാം ഒഴുകി വരുന്ന ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ടൺ കണക്കിന് മാലിന്യം കഴിഞ്ഞ തവണ അവിടെ നിന്ന് ഈ പറയുന്ന പ്രദേശത്തു നിന്ന് മാറ്റിയത് പോലും 40 ലോഡ് മാലിന്യം എടുത്ത് മാറ്റിയെന്നുള്ള കണക്ക് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഈ മേയർ പറയുന്ന ഇതെല്ലാം മിനറൽ വാട്ടറിൻ്റെ കുപ്പി മാത്രമല്ലല്ലോ, കക്കൂസ് മാലിന്യമുണ്ട്, ഹോട്ടൽ മാലിന്യമുണ്ട്, ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യമുണ്ട്, സകലവിധ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ഒരു ആമയിഴഞ്ചാൻ തോടിൻ്റെ പ്രശ്നം അങ്ങ് ഈ മാലിന്യജലം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിനെപ്പറ്റി ആധികാരികമായി പഠനം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഈ മേയറുടെ പ്രതികരണവും അങ്ങ് നടത്തിയ പഠനവും ഇതിനെപ്പറ്റി എന്താണ് ഒന്ന് പ്രതികരിക്കാൻ കഴിയുക ശ്രീ ജിജി തോംസൺ? മേയറുടെ കമൻറ്റ് കേട്ടിട്ട് വളരെ ബാലിശ്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയധികം മാലിന്യങ്ങൾ അവിടെ ചേരുന്നത് റെയിൽവേയിൽ നിന്ന് വീഴുന്ന മിനറൽ വാട്ടർ ബോട്ടിൽസ് കൊണ്ട് മാത്രമല്ല. നമ്മൾ കാണുന്നതല്ലേ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി എന്തോരം മാലിന്യമാണ് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയാണ്. സ്ത്രീ പുറകിൽ, പുരുഷൻ മുൻപിൽ. ഒരു ജംഗ്ഷൻ എത്തുന്ന സമയത്ത് അവർ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. എന്നിട്ട് സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കയ്യിലിരുന്ന ഒരു പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് ഒറ്റ ഏറ് എൻ്റെ മുമ്പിലാണിത് വന്ന് വീണത്. മാലിന്യമാണ്, വീട്ടിൽ നിന്നുള്ള മാലിന്യം കൊണ്ട് എറിയുകയാണ്. ഇതിപ്പോഴും നടക്കുന്നുണ്ട്. ഇത് നമുക്ക് തടയാൻ കഴിയുന്നില്ല. നമ്മൾ ഇതിനകത്ത് ഒരു ആത്മപരിശോധന നടത്തണം. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ഇത്രയധികം ക്ലോസ് സെക്യൂരിറ്റി ടിവികൾ വെച്ചു, അതിൽ നിന്നും എത്ര പേരെ നമ്മൾ ശിക്ഷിച്ചു? സിംഗപ്പൂരിൽ പോയി നോക്കൂ, റോഡിൽ തുപ്പാൻ പറ്റില്ല. തുപ്പുകയാണെങ്കിൽ $500 പിഴ. അതുകൊണ്ട് ഒരു മനുഷ്യൻ ധൈര്യപ്പെടില്ല. അതേ ആൾക്കാർ ജോഹർ ബാറു എന്ന് പറഞ്ഞ മലേഷ്യയുടെ തെക്കൻ സംസ്ഥാനം സിംഗപ്പൂരിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ യഥേഷ്ടം സാധനങ്ങൾ വലിച്ചെറിയും. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? അവിടെ ശിക്ഷയില്ല. അപ്പോൾ ഇത് നമ്മൾ കടുത്ത ശിക്ഷ കൊടുക്കണം. ഇത്രയും നാൾ ഇതെല്ലാം ഈ ആളുകൾ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മര്യാദയും ഇല്ലാതെ ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടികളെടുക്കണം. ആ നടപടികളെടുക്കേണ്ടത് കോർപ്പറേഷനാണ്. അതിൽ നിന്ന് അവർക്ക് കൈ കഴുകാൻ സാധ്യമല്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മളിത് റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നോക്കേണ്ടുന്നത് ഈ മാലിന്യങ്ങളെല്ലാം അതിൻ്റെ ഒഴുക്ക് എങ്ങനെ നിർത്താൻ പറ്റും, എങ്ങനെയാണ്. ഇപ്പോഴത്തെ തന്നെ വേണമെങ്കിൽ ചാലയിൽ പോയി നോക്കൂ. അവിടെയുള്ള ഇറച്ചി കച്ചവടക്കാർ അവസാനത്തെ അവരുടെ വേസ്റ്റ് മുഴുവനും ഈ പിഗ് ഫാമിലേക്ക് കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കും. അവർ വന്ന് അത് കളക്ട് ചെയ്യും. ഈ പിഗ് ഫാമിൽ കൊടുക്കാനുള്ള, പന്നി ഫാമിൽ കൊടുക്കാനുള്ള ഈ ഇറച്ചിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് നേരെ ആമയടിച്ചാൽ ഓടിക്കൊണ്ട് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അവരങ്ങ് പോകും. ഇങ്ങനെ അതാണ് അവിടെ അലിഞ്ഞു കിടക്കുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇതിനെതിരെയൊക്കെ നടപടി ഉണ്ടാവണം. ഇത് നടപടി എടുക്കണമെങ്കിൽ മുഖം നോക്കാതെ നടപടി എടുക്കണം. അതിന് കുറച്ച് ധൈര്യം വേണം. കാരണം ചിലപ്പോൾ ഇത് നടപടി എടുക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. അവർക്കറിയാപ്പോൾ നമുക്ക് കൈ പൊങ്ങില്ല. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കും. അതുകൊണ്ടാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കർശനമായ നടപടികൾ സ്വീകരിച്ചേ മതിയാവും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് മാറ്റാതെ നമുക്ക് മറ്റാരെങ്കിലും പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഇനി റെയിൽവേയുടെ
അതിർത്തിയാണ്, റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാലും ഈ മാലിന്യം പിന്നെ സിറ്റിയിൽ അവിടെ കെട്ടിക്കിടന്ന് പിന്നെ പ്രശ്നം ഉണ്ടായാൽ അതൊരു വലിയ പ്രോബ്ലമാണ്. അത് മാറ്റാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്നും പറഞ്ഞ ഒരു ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആക്ട് പ്രകാരം സ്റ്റേറ്റിൻ്റെ ചുമതലക്കാരൻ ചീഫ് മിനിസ്റ്ററാണ്, അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് സെക്രട്ടറിയാണ്, ജില്ലയിൽ അത് ജില്ലാ കളക്ടറാണ്. ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിൽ നിന്നെടുക്കുന്ന നടപടികൾക്ക് ഒരുപാട് സംരക്ഷണമുണ്ട്. ജൂനിയർ കോടതികൾ, സബ് കോടതികൾക്കൊന്നും അതിൽ ഇടപെടാൻ പറ്റില്ല. ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താ, ഇവിടെ ഉള്ള എൻക്രോച്ച്മെൻറ്റ്സ് മാറ്റണം. ഞാൻ തന്നെ 2015 ഇതിനു വേണ്ടി ഒരുമ്പെട്ടപ്പോഴേ ക്യാബിനറ്റിൽ ഞാൻ പറയുകയുണ്ടായി, ഈ ഒരുപാട് എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ട്, പാർട്ടി ഓഫീസുകളുണ്ട്, അമ്പലങ്ങളുണ്ട്, കുരിശുണ്ട്, ഇതൊക്കെ മാറ്റണം. അത് മാറ്റാൻ നേരത്തെ അയ്യോ ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ്, അവിടെ തുടരുത്, മറ്റേത് വേണമെങ്കിൽ മാറ്റിക്കോ, പ്രതിപക്ഷത്തിൻ്റെ വേണമെങ്കിൽ മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്, ഇതിനകത്ത് ഇടപെടരുതെന്ന് പറഞ്ഞു. അതിന് ക്ലീൻ ചിറ്റ് അന്ന് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാർ തന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതേപോലെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒരിക്കലും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്റ്റിനകത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വകയിരുത്തിയിട്ടുണ്ട്. ഇനി ഇത് സ്മാർട്ട് സിറ്റിയിൽ ഇപ്പോൾ പറയുന്നു എല്ലാ വീടുകളിലും പിന്നെ ജൈവ മാലിന്യം അജൈവ മാലിന്യം എന്നൊക്കെ തരംതിരിച്ച് ശേഖരിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അത് ശരി, അത് ചെയ്യാം. പക്ഷേ ഇത് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെ? നമ്മളുടെ സാധാരണഗതിയിൽ നമ്മളുടെ ഈ വേസ്റ്റ് വാട്ടറൊക്കെ പോകുന്നത് എങ്ങനെ? അപ്പോൾ ഇതിനൊരു പ്ലാൻ ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1935 CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിരുന്ന കാലത്ത് ഇവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കേരള ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഞങ്ങളത് തപ്പിയെടുത്ത് എങ്ങനെയാണ് ആ പ്ലാൻ വരച്ചിരിക്കുന്നത് എന്നെല്ലാം മനസ്സിൽ കൃത്യമായിട്ട് അതിൻ്റെ മാപ്പുണ്ട്. അങ്ങനെ ഒരു മാപ്പ് ഇന്ന് നമ്മുടെ കയ്യിലില്ല, അറിയാമോ? അങ്ങനെ ഇതിൽ കൂടിയൊക്കെയാണ് പോകേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു പുതിയ എഞ്ചിനീയറെ ട്രാൻസ്ഫർ ചെയ്യും, അയാൾ കാസർഗോഡ് ഇരുന്ന ആളായിരിക്കും, അയാൾ നാളെ തിരുവനന്തപുരത്ത് വന്ന് ചേരും, അയാൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്താ എങ്ങനെയാണെന്ന്. ഗവൺമെൻറ് കാശ് തരുന്നു, എങ്ങനെയെങ്കിലും ചിലവഴിക്കണം, ഏതെങ്കിലും കോൺട്രാക്ടറെ വിളിക്കും, എവിടെയെങ്കിലും ഒരു ഇതും ഉണ്ടാക്കും, അല്ലാതെ ഇതിനകത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന സമയത്തും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പല അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കും. വാട്ടർ അതോറിറ്റി പറയും ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ പറയും ഇത് ഞങ്ങൾ നാഷണൽ ഹൈവേ കൂടെ പോകുന്ന തോട് ഞങ്ങളുടേതാണ്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർ റൂൾ ചെയ്യണം. അങ്ങനെ ഓവർ റൂൾ ചെയ്യണമെങ്കിൽ അതിന് അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് അതിന് തലപ്പത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മേയർക്ക് സാധിക്കില്ല, മേയറെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. കാരണം അവർ കോർപ്പറേഷൻ്റെ മാത്രം ചുമതലയുള്ള ആളാണ്. അപ്പം നാച്ചുറലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേഷൻ ഭംഗിയാക്കി നടത്തണമെങ്കിൽ ഉന്നത അധികാരമുള്ള ഒരാൾ അതിലുണ്ടായേ മതിയാവും. അത് ഒരിക്കലും മന്ത്രിയാകരുത്. കാരണം ഇപ്പോൾ ഒരു മന്ത്രിക്ക് ചുമതല കൊടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. മന്ത്രിക്ക് അധികാരമില്ല. മന്ത്രിക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം എന്ത് നടപടി എടുക്കാൻ പറ്റും? ആ നടപടി എടുക്കേണ്ട ആൾ ചീഫ് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് മന്ത്രിമാർ അവരുടെ പോളിസി മേക്കിങ്ങിൽ മാത്രം അവർ ഒതുങ്ങി നിന്നുകൊണ്ട് എക്സിക്യൂഷൻ മുഴുവനും അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയും അവർ ആ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയുമാണ് ചെയ്യേണ്ടത്.